ഭാവഗായകൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ജയേട്ടൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരും. ജയേട്ടൻ ഗായകൻ എന്നുള്ള രീതിയിൽ യേശുദാസിനോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ്. ദാസേട്ടൻ്റെ ഒരു നിഴലായി പോകാതെ സ്വന്തമായ വേറിട്ട ശബ്ദത്തിൽ ഇത്രയും വർഷം നമ്മൾ മലയാളികളെ എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുമായിട്ട് വല്ലാതെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും യങ് വോയിസ് എന്ന് പറയാവുന്നത് ജയേട്ടൻ്റെ ആണെന്ന് തോന്നുന്നു. 70 വയസ്സായിട്ട് പോലും 70 വയസ്സായ ജയേട്ടന് ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ. ഒപ്പം ഒരു കാലത്ത് തമിഴിലും മലയാളത്തിലൊക്കെ ഒരേ സമയത്ത് നല്ല തിരക്കോടുകൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എപ്പോഴോ ഒരു ഗ്യാപ്പ് മലയാള സിനിമയിൽ ജയേട്ടനുണ്ടായി. എനിക്കറിയാം, ആ സമയത്ത് നമ്മൾ സ്ഥിരം മദ്രാസിൽ വെച്ച് കാണാറുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ചിട്ട് ജയേട്ടൻ ഓർക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ, അന്ന് ടി എ റസാഖൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെല്ലാവരും നിൽക്കുന്ന സമയത്ത് ജയേട്ടൻ രാത്രി വളരെ സന്തോഷത്തിൽ ഒരുപാട് പാട്ടുകളൊക്കെ പാടി. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തിൽ എന്നെ വഴക്ക് പറഞ്ഞു. അന്ന് ജയേട്ടൻ പറഞ്ഞത്, ഞാൻ കൊടുങ്ങല്ലൂരാണ്, ജയേട്ടൻ ഇരിഞ്ഞാലക്കുടയാണ്, തൊട്ടടുത്ത സ്ഥലങ്ങളായിട്ടും ഒരുപാട് വർഷങ്ങൾ ഞാൻ സിനിമയിലുണ്ടായിട്ടും ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടും ജയേട്ടൻ്റെ ഒറ്റ പാട്ട് പോലും എൻ്റെ സിനിമയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് ജയേട്ടനൊരു പരാതി എൻ്റെ അടുത്ത് പറഞ്ഞു. സത്യത്തിൽ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ആലോചിച്ചത് ജയേട്ടൻ എൻ്റെ ഒരു സിനിമയിലും പാടിയിട്ടില്ല എന്ന്. അപ്പോൾ അതൊരു കുറ്റബോധമായിട്ട് മനസ്സിൽ നിന്നുകൊണ്ട് തന്നെയാണ് അടുത്ത സിനിമയിൽ വിദ്യാസാഗർ സംഗീതം നൽകിയ നിറം എന്ന സിനിമയിൽ ജയേട്ടൻ്റെ ഒരു പാട്ട് പാടാൻ വിളിക്കുകയും ജയേട്ടൻ അന്ന് വളരെ സന്തോഷപൂർവ്വം ആ പാട്ട് വന്ന് പാടുകയും ചെയ്തു. ജയേട്ടൻ ഓർക്കുന്നുണ്ടാവും ഇപ്പോഴും, രാത്രി 12 മണിക്ക് ശേഷമാണ് ജയേട്ടൻ ആ പാട്ട് പാടിയത്, പ്രായം തമ്മിൽ മോഹം നൽകിയെന്ന പാട്ട്. ജയേട്ടൻ ഇതാ നിമിത്തം ഒരുപക്ഷെ വുഡ്ലാൻഡ്സിൽ വെച്ച് നിങ്ങൾ കാണാനും സ്വതസിദ്ധമായ സ്വഭാവത്തോട് കൂടിയിട്ട് കമലിനെ രണ്ട് പടയ്ക്കാനും തോന്നിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മലയാള സിനിമ പാട്ട് രംഗത്തേക്കുള്ള താങ്കളുടെ രണ്ടാം വരവ് അത് ശരിയാണ്, സാധ്യമാകില്ല. പ്രായം തമ്മിലാണ് തിരിച്ചൊരു മൈക്കെടുക്കും ജയേട്ടാ. ആ പാട്ട് പാടുമ്പോൾ താങ്കൾ പ്രായം കുറയും. ഇനി അല്ല, ആ പാട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് ഒഴിവാക്കാറേ പതിവ്. എന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പാടാനേ, അതുകൊണ്ട് ഒഴിവാക്കാറ്. അപ്പം ഒരുപാട് എടുക്കണം. ആ പാട്ട് വേറൊരു പ്രശ്നം പറഞ്ഞുതരാം. ആ പാട്ടെടുത്ത് പ്രായം തമ്മിൽ മോഹം 2 ലൈൻ പാടി കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ് ചങ്ങാതി. നമ്മൾ ഒന്നിച്ച് പാടിയത് നമ്മൾ തെണ്ടിപ്പോവും സ്റ്റേജിൽ. അപ്പോൾ തെണ്ടാതിരിക്കാൻ വേണ്ടി 2-3 പാട്ട് നമ്മൾ 2-3-4 ലൈൻ പാടിയാൽ മതി. ഒന്ന് പാടു നാട്ടുമൈനേ കുടയാടു ചോലമയിലേ, ഒന്ന് പാടു നാട്ടുമൈനേ കുടയാടു ചോലമയിലേ. അതിൻ്റെ ചരണം എന്തിനിത്ര നാനേനെ താനി നാനേ ആ ട്യൂണും ഞാൻ പാടാത്തതുകൊണ്ട് കൂടുതലുള്ളത്. അത് ആ മെലഡി നല്ല മെലഡിയാണ്. ടോട്ടലി അതൊരു ഫാസ്റ്റ് സോങ് അല്ല, ഇറ്റ്സ് എ മെലഡിയസ് സോങ്. ഫാസ്റ്റാണ് പക്ഷേ ഗുഡ് മെലോഡിയസ് സോങ്, വെരി ഗുഡ് സോങ്. അതിപ്പോൾ പിക്ചറൈസേഷൻ, അത് കമലിൻ്റെ മിടുക്കും കൂടി ഉണ്ട്. പിക്ചറൈസ് ചെയ്തതിൻ്റെ ബ്യൂട്ടിയും കൂടി. ആ കണ്ടോ, അങ്ങനെ ജയേട്ടൻ എന്ത് സംഭവിച്ചു? ഈ 1983 കൂടെ ആ പാട്ട് ഹിറ്റാവാൻ കാരണം ആ ഡയറക്ടറുടെ കഴിവും കൂടെ ഉണ്ട്, ആ പിക്ചറൈസ് ചെയ്തതിൻ്റെ രീതി. കറക്റ്റ്. പക്ഷേ ജയേട്ടൻ എന്ത് സംഭവിച്ചു? ജയേട്ടൻ കേരളത്തിലെ കോളേജ് കുമാരന്മാരുടെയും കുമാരിമാരുടെയും മനസ്സിലേക്ക് കയറി ഇറങ്ങിയിട്ടില്ല, എന്നെ കയറിക്കൊണ്ടേയിരിക്കുക. അതുപോലെ താങ്കൾ ഈ പറയുന്ന നിറയൗവനങ്ങളുടെ മനസ്സിലേക്ക് കയറിയ വേറൊരു പാട്ടുണ്ട്, കാണിച്ച്. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ. ഞാൻ ലീഡിട്ട് വന്നു. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂത് പറയാമോ, പ്രണയമധുരം അവൾക്കായി തളർന്നു തരുമോ. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂത് പറയാമോ, പ്രണയമധുരം അവൾ. പ്രേമം വരുന്നത് പ്രണയമധുരം അവൾക്കായി, അതാണ് പ്രണയം. പ്രണയമധുരം
അവൾക്കായി പകർന്നു തരുമോ. അതാണ്. അങ്ങനെ പ്രണയത്തെ കുത്തിച്ചെലുത്തുകയാണ്. എനിക്ക് ഒരു സംശയം, ഇത്രത്തോളം പ്രണയം ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമുണ്ടോ? സ്ഥലമില്ല, ചിലപ്പോൾ പുറത്തേക്ക് വരും. അത് പുറത്തേക്ക് വരും. അതിനൊക്കെ പാത്രമായ ആൾക്കാരുടെ പേരുകൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം, ഇപ്പം പറയുന്നില്ല. വേറൊരു പാട്ട്. കാണാത നെഞ്ച് കാട്ടാടി പോലാടുത്, ராசாத்தி ஒன்ன காணாத நெஞ்சு காட்டாடி போலாடுது. ഉഫ്,